ഹലോ എവരിവൺ, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, നാളെയാണ് നമ്മുടെ ഇന്റഗ്രേഷൻ്റെ എക്സാം. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് വരച്ച് യോജിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30. ആ ദിനങ്ങളുടെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, അതുപോലെ തന്നെ രക്തസാക്ഷി ദിനം, സ്വാതന്ത്ര്യ ദിനം. നമുക്ക് എന്ത് ചെയ്യണം? അനുയോജ്യമായ രീതിയിൽ ഒന്ന് മാച്ച് ചെയ്യണം. ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ ഏത് ദിനമാണ്? യെസ്, സ്വാതന്ത്ര്യ ദിനമാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മുടെ ഗാന്ധി ജയന്തിയാണ്. ഇനി അടുത്തത് ജനുവരി 26. ജനുവരി 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ദിനമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ജനുവരി 30. ജനുവരി 30 എന്ന് പറയുന്നത് രക്തസാക്ഷി ദിനമാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളും അവരുടെ പ്രത്യേകതകളും എന്ത് ചെയ്യണം? എന്റെ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചിത്രം നോക്കി പോസ്റ്റർ തയ്യാറാക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, ജലമലിനീകരണമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അല്ലെ? വാട്ടർ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെയുള്ള ഒരു പോസ്റ്റർ വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി പോസ്റ്ററുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ്? ജലം അമൂല്യമാണ്, കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ എന്നൊക്കെയുള്ള കുറച്ച് നല്ല നല്ല പോസ്റ്ററുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പദസൂര്യൻ പൂർത്തിയാക്കൂ. അപ്പൊ പദസൂര്യൻ പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ പദസൂര്യനാണ്? കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് നമുക്ക് എഴുതണം. കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അരിവാളുണ്ട്, കൊട്ടയുണ്ട്, തൂമ്പയുണ്ട്, പിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും? യെസ്, നമുക്ക് വിത്ത് എന്ന് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്? വളം എഴുതാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കലപ്പ എഴുതാനായിട്ട് പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ ഒരു പദസൂര്യൻ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതൊക്കെ പഠിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നാളത്തെ എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.